ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് റുബിക്സ് ക്യൂബ് എങ്ങനെയാണ് വളരെ ഈസിയായി ചെയ്യുന്നത് എന്നുള്ളൊരു മെത്തേഡ് പഠിക്കാം. അതിനായി റുബിക്സ് ക്യൂബിനെ പറ്റി നമുക്ക് കുറച്ച് അറിഞ്ഞിരിക്കണം. റുബിക്സ് ക്യൂബിൻ്റെ സെൻറ്റർ പീസാണിത്. ഇത് കോർണർ പീസാണ്. ഇത് എഡ്ജ് പീസാണ്. അതിൽ നമ്മൾ ആദ്യം ചെയ്യുക വൈറ്റ് സെൻറ്റർ പീസായിട്ടുള്ള ഫേസ് ആദ്യം ഫുൾ വൈറ്റ് ആക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അതിനുവേണ്ടി ആദ്യം തുടക്കം ചെയ്യേണ്ടത് എപ്പോഴും റുബിക്സ് ക്യൂബ് ചെയ്യുമ്പോൾ യെല്ലോ ടോപ്പിൽ പിടിക്കണം. എപ്പോഴും യെല്ലോ ടോപ്പിലായി പിടിക്കണം. വൈറ്റ് ബോട്ടത്തിലും എപ്പോഴും യെല്ലോ ടോപ്പിലാണ്, അത് മാറിപ്പോകരുത്. അതിനുശേഷം ഈ 4 എഡ്ജ് പീസ് വൈറ്റ് ആക്കണം. ഇവിടെ ഒരു വൈറ്റ് പീസ് ഉണ്ട്. ഇനി ഇത് 3 വൈറ്റ് ആക്കണം നമുക്ക്. അത് സൈഡിലുള്ള വൈറ്റ് പീസുകളെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇവിടെ വൈറ്റ് പീസ് ഉണ്ട്. റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ ഒരു വൈറ്റ് പീസ് ഉണ്ട്. അതിന് നമുക്ക് തിരിച്ചിവിടെ കൊണ്ടുവരാം. ഇവിടെ ഒരു വൈറ്റ് പീസ് ഉണ്ട്. അതിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരണം. അതിനായി നമുക്ക് സൈഡിലേക്ക് ഇതിനെ കൊണ്ടുവരണം. വൈറ്റ് പീസുകളെ ഇങ്ങനെ 4 വൈറ്റ് പീസ് വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വൈറ്റ് പീസ് ബോട്ടത്തിലുള്ള വൈറ്റ് പീസിൻ്റെ എഡ്ജ് പീസുകൾ വൈറ്റ് ആക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇവിടെ കൊണ്ടുവച്ചത്. ഇതിനെ നമ്മളിനി ഈ 2 കളറുകൾ തമ്മിൽ മാച്ച് ചെയ്യണം. ഇത് ബ്ലൂ ആണിവിടെ. ബ്ലൂ ഉള്ള പോർഷൻ ഇങ്ങോട്ട് കൊണ്ടുവരണം. കൊണ്ടുവന്നു. ബ്ലൂ വന്നു. ഇവിടെ വൈറ്റ് ഉണ്ട്. ഞാൻ റൊട്ടേറ്റ് ചെയ്ത് താഴെ കൊണ്ടുപോവുക. ഇവിടെ ഓറഞ്ചാണ് സെൻറ്റർ. ഓറഞ്ചിനെ മാച്ച് ചെയ്യണം. ഇനി നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് താഴേക്ക് കൊണ്ടുപോവുക. ഇനി ഇവിടെ ഗ്രീനാണ്. ഗ്രീനിനെ റൊട്ടേറ്റ് ചെയ്യുക. ഗ്രീൻ മാച്ചായി കൊണ്ടുവരിക. ഇവിടെ വൈറ്റ് ഉണ്ട്. താഴേക്ക് കൊണ്ടുപോവുക. ബ്ലൂ ആണ്. ബ്ലൂ കൊണ്ടുപോയതാണ്. ഇവിടെ റെഡ് വൈറ്റ് പീസ് ഉണ്ട്. അതിനെ റെഡിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. അതിനെ റൊട്ടേറ്റ് ചെയ്ത് താഴേക്ക് കൊണ്ടുപോവുക. ഇപ്പോൾ താഴെ ബോട്ടത്തിൽ വൈറ്റ് എഡ്ജുകൾ വന്നിട്ടുണ്ട്. അതിനുശേഷം കോർണർ പീസുകൾ നമ്മൾ വൈറ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ട് ഈ സൈഡിൽ വൈറ്റ് വന്നേക്കണേ പോർഷൻ നോക്കുക. ടോപ്പ് എപ്പോഴും യെല്ലോ ആയിരിക്കണം. അതെപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്. ടോപ്പ് യെല്ലോ ആയിട്ടേ പിടിക്കാവുള്ളൂ. ഇവിടെ ഒരു വൈറ്റ് വന്നിട്ടുണ്ട് ഈ സൈഡിൽ. അതിൻ്റെ കളറുകൾ, കൂടെയുള്ള കളറുകൾ നോക്കുക. ഇത് ഗ്രീനും ഓറഞ്ചും ആണ്. അപ്പോൾ സെൻറ്റർ പീസ്, സൈഡിലെ സെൻറ്റർ പീസ് ഗ്രീനും ഓറഞ്ചും ആയിട്ടുള്ള പോർഷനിലേക്കാണ് ഇതിനെ കൊണ്ടുപോകേണ്ടത്. ഗ്രീനും ഓറഞ്ചും വൈറ്റും ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഗ്രീനും ഓറഞ്ചും വൈറ്റ് ഇതാണ്. അപ്പോൾ ഗ്രീനും ഓറഞ്ചും ഉള്ള ഈ പോർഷനിലാണ് ഇത് വരേണ്ടത്. അതിനെ ഇങ്ങനെ കൊണ്ടുവന്ന ശേഷം
ഇങ്ങനെ ഫ്രണ്ട് സൈഡ് വൈറ്റ് പിടിച്ചല്ല ചെയ്യേണ്ടത്, സൈഡിൽ പിടിച്ച് ചെയ്യണം. ഈ വൈറ്റ് സൈഡിൽ വരണം. അങ്ങനെ പിടിക്കുക. അതിനുശേഷം 1 2 3 4 എന്ന് പറയുന്ന ആൽഗോരിതം ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. വളരെ ഈസിയാണ്. 1 ടോപ്പിലേക്ക്, 2 ലെഫ്റ്റ്, 3 ഡൗൺ, 4 റൈറ്റ് ഇങ്ങനെ ചെയ്യുക. അങ്ങനെ ഈ കോർണർ ഇപ്പോൾ വൈറ്റ് കിട്ടി. കോർണർ വൈറ്റ് കിട്ടുന്ന ഇതുവരെ നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. ഇവിടെ കോർണർ കിട്ടി, അതുകൊണ്ട് ഇവിടെ ചെയ്യേണ്ട. ഇനി അടുത്തത് ഇവിടെ ഒരു ഓറഞ്ചും ബ്ലൂവും വൈറ്റും വന്നിട്ടുണ്ട്. അതിൻ്റെ എഡ്ജിൽ കോർണറിലേക്ക് അതിനെ കൊണ്ടുപോവുക. ഓറഞ്ചും ബ്ലൂവും വൈറ്റും. ഓറഞ്ചും ബ്ലൂവും സെൻറ്റർ എവിടെയാണ്? ഓറഞ്ചും ബ്ലൂവും ഇവിടെയാണ് സെൻറ്റർ. അപ്പോൾ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഓറഞ്ചും ബ്ലൂവും. ഓറഞ്ച് ബ്ലൂ സെൻറ്ററായിട്ടുള്ള സൈഡിൻ്റെ കോർണറിലേക്ക് ഓറഞ്ചും ബ്ലൂവും കൊണ്ടുവന്നു. അതിനുശേഷം നമ്മൾ ഇതിനെ സൈഡിലാണ് പിടിക്കേണ്ടത്. ഇവിടെ റൈറ്റ് സൈഡിൽ പിടിച്ചു. 1 2 3 4. ഇപ്പോൾ ഇവിടെ അത് കോർണറിൽ പോയിട്ടുണ്ട്. ഇനി ഇത് ചെയ്യാം. ബ്ലൂവ് റെഡ്, ഇത് ബ്ലൂവ് റെഡ് സെയിം സൈഡിലാണ് ഇരിക്കുന്നത്. 1 2 3 4. അത് ബോട്ടത്തിൽ വന്നിട്ടുണ്ട് വൈറ്റ്. ഇനി ഇവിടെയാണ് ഒരു വൈറ്റ് ഉള്ളത്. ഇതിനെ നമ്മൾ ബോട്ടത്തിലായതുകൊണ്ട് ടോപ്പ് സൈഡിലേക്ക് കൊണ്ടുവരണം. അതിനായി റൊട്ടേറ്റ് ചെയ്ത് നോക്കണം. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഇപ്പം അത് ടോപ്പ് സൈഡിൽ വന്നിട്ടുണ്ട്. അതിനെ റെഡും ഗ്രീനുമാണ്. ഇത് റെഡും ഗ്രീനുമാണ്. അപ്പോൾ 1 2 3 4. അപ്പോൾ അതും താഴെ പോയിട്ടുണ്ട്. ഇനി ഇങ്ങനെയല്ല, ലെഫ്റ്റ് സൈഡിൽ ആണ് വൈറ്റ് വന്നതെങ്കിൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഈ ലെഫ്റ്റ് സൈഡ് 1 2 താഴേക്ക് 3, ഇത് 4. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ബോട്ടം വൈറ്റായി. ഇത് ഫസ്റ്റ് ലെയർ ഓക്കെ ആയി. ഇനി സെക്കൻഡ് ലെയറാണ് ഓക്കെ ആക്കേണ്ടത്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ റെഡിയാക്കാം. അതിനായിട്ട് നമ്മുടെ ടോപ്പിലുള്ള എഡ്ജ് പീസ് നോക്കുക. യെല്ലോ വരാത്ത എഡ്ജ് പീസ് നോക്കുക. ഇതിന് യെല്ലോ വന്നിട്ടില്ല, റെഡും ഗ്രീനുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ റെഡ് സെൻറ്റർ പീസായിട്ടുള്ള സൈഡിലേക്ക് നമുക്ക് ഇതിനെ മൂവ് ചെയ്യാം. ഇങ്ങനെ സെയിം 3 കളറ് വരണം. അതിനുശേഷം ടോപ്പിലെ കളറ് നോക്കുക. ടോപ്പിലെ കളറ് ഗ്രീനാണ്. ഗ്രീനിൻ്റെ ഓപ്പോസിറ്റ് ബ്ലൂ ആണ് വരിക. അപ്പോൾ ബ്ലൂ സെൻറ്റർ പീസ് ആയിട്ടുള്ള സൈഡിലേക്ക് ഇതിനെ മാറ്റുക. ഇവിടെ ഇങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് ഇനി നമുക്ക് മൂവ് ചെയ്യാം. ബ്ലൂ ഇവിടെയാണ് വന്നിരിക്കുന്നത്, അങ്ങോട്ട് മൂവ് ചെയ്യാം. ഇവിടെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ മൂവ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ ഈ റൈറ്റ് സൈഡ് 1 2 3 4 മെത്തേഡ് യൂസ് ചെയ്യുക. 1 2 3 4. അതിനുശേഷം
നമുക്ക് ഈ സൈഡ് നോക്കണം. ഈ സൈഡ് വൈറ്റ് ആക്കി പിടിച്ചുകൊണ്ട് 1 2 3 4 ചെയ്യാം. 1 2 3 4. വൈറ്റിനെ എപ്പോഴും ബോട്ടത്തിലേക്ക് കൊണ്ടുപോകണം. നമ്മളിത് കളറ് ചെയ്യുമ്പോൾ മാച്ചിങ് ചെയ്യുമ്പോൾ വൈറ്റ് ടോപ്പിൽ വരും. അതിനെ എപ്പോഴും നമ്മൾ ബോട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ 1 2 3 4 ചെയ്ത് നമ്മൾ ബോട്ടത്തിൽ കൊണ്ടുവരണം. ഇനി നമുക്ക് ഇവിടെ ഗ്രീനും ഓറഞ്ചും ആണുള്ളത്. ഗ്രീനും ഓറഞ്ചും. ഗ്രീൻ സെൻറ്റർ പീസ് ഇവിടെയാണുള്ളത്. നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാം. അതിനുശേഷം ഇവിടെ പിടിച്ചുകൊണ്ട് ഓറഞ്ചിൻ്റെ ഓപ്പോസിറ്റ് റെഡാണ് വരിക. ഇവിടെയാണ് റെഡ് വന്നിരിക്കുന്നത്. അതിന് നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാം. അതിനുശേഷം ഈ റൈറ്റ് സൈഡ് 1 2 3 4 1 2 3 4 ഇവിടെ ചെയ്തു. അതിനുശേഷം ഈ വൈറ്റ് പീസിനെ താഴേക്ക് കൊണ്ടുവരാം. 1 2 3 4. ഇത് 2 ലെയർ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇവിടെ ബ്ലൂവും റെഡും ആണ്. ബ്ലൂവിൻ്റെ സെൻറ്റർ പീസ് വരുന്ന സൈഡിലേക്ക് നമുക്കിതിനെ മൂവ് ചെയ്യാം. റെഡിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും ഓറഞ്ചാണ്. ഇവിടെയാണ് ഓറഞ്ച് ഉള്ളത്. അപ്പോൾ ഈ ഫേസ് തന്നെ പിടിച്ചുകൊണ്ട് ഇതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുക. ഈ റെഡിൻ്റെ ഓപ്പോസിറ്റ് ഓറഞ്ച് വരുന്ന പോർഷനിലേക്ക് മൂവ് ചെയ്യുക, സൈഡിലേക്ക്. അതിനുശേഷം ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തതുകൊണ്ട് നമുക്ക് റൈറ്റ് സൈഡാണ് 1 2 3 4 ചെയ്യേണ്ടത്. 1 2 3 4. അതിനുശേഷം ഈ വൈറ്റിനെ താഴേക്ക് കൊണ്ടുവരണം. അതിന് ഈ സൈഡിലാക്കി വൈറ്റ് പിടിച്ചുകൊണ്ട് 1 2 3 4. അപ്പോൾ ഈ സൈഡും ഓക്കെ ആയി, ഈ സൈഡും ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഈ രണ്ട് സൈഡാണ് നമുക്ക് സെക്കൻഡ് ലെയർ ഓക്കെ ആക്കാനുള്ളത്. ഇവിടെ ഇനിയൊരു ഓറഞ്ചും ബ്ലൂവുമാണുള്ളത്. യെല്ലോ പീസ് വന്നിട്ടില്ല. അതിനാൽ ഇതിനെ നമുക്ക് മൂവ് ചെയ്ത് ഈ ഓറഞ്ചിൻ്റെ സൈഡുള്ള സെൻറ്റർ പീസിലേക്ക് കൊണ്ടുപോകാം. ശേഷം ടോപ്പിലെ കളർ നോക്കുക. ടോപ്പിലെ ബ്ലൂ ആണ്. ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും ഗ്രീനാണ്. ഗ്രീൻ ഇവിടെയാണ് ഉള്ളത്. ഗ്രീൻ സെൻറ്റർ പീസ് ഇവിടെയാണുള്ളത്. അപ്പോൾ നമുക്കിതിനെ ഇങ്ങോട്ട് തിരിക്കാം. അതിനുശേഷം ഈ സൈഡാണ് നമുക്ക് 1 2 3 4 ചെയ്യേണ്ടത്. 1 2 3 4. അതിനുശേഷം നമുക്ക് ഈ വൈറ്റിനെ താഴേക്ക് കൊണ്ടുപോകണം. അതിനായി ഇങ്ങനെ സൈഡ് ചെരിച്ച് പിടിച്ചിട്ട് ഈ സൈഡിലാക്കി പിടിച്ചിട്ട് ഈ സൈഡ് 1 2 3 4 ചെയ്യുക. 1 2 3 4. ഈ വൈറ്റിനെ എപ്പോഴും നമ്മൾ ടോപ്പിൽ വരുമ്പോൾ താഴേക്ക് കൊണ്ടുപോകാൻ മറക്കരുത്. ഇപ്പോൾ നമുക്ക് ഈ 2 ലെയറും ഓക്കെ ആയിട്ടുണ്ട്. വൈറ്റും 2 ലെയറും കംപ്ലീറ്റ് ആക്കി. അതിന് ശേഷം നമുക്ക് ഇനി ടോപ്പ് ലെയറാണ് കംപ്ലീറ്റ് ആക്കാനുള്ളത്. ഇത് ഇങ്ങനെ ഒരു യെല്ലോ വന്നിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ ക്രോസ് ആക്കണം. ഈ എഡ്ജ് പീസസ്, ടോപ്പിലെ എഡ്ജ് പീസസ് യെല്ലോ ആക്കണം. ഇതും യെല്ലോ വന്നിട്ടുണ്ട്. ഇതും ആക്കണം. അതിനായിട്ട് നമുക്ക് ഇത് വെർട്ടിക്കലായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ ഈ യെല്ലോ വെർട്ടിക്കലായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് പിടിക്കുക.
നമുക്ക് യെല്ലോ ഹൊറിസോണ്ടലായിട്ടല്ല കിട്ടിയിരിക്കുന്നതെങ്കിൽ നമുക്ക് യെല്ലോയെ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ, വേറെ ഏതെങ്കിലും ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ യെല്ലോയെ എൽ ഷേപ്പുള്ള പോർഷൻ ബാക്ക് സൈഡിൽ കൊണ്ടുവയ്ക്കുക. എൽ ഷേപ്പ് ബാക്ക് സൈഡിൽ ലെഫ്റ്റ് കോർണറിൽ വയ്ക്കുക. അതിനുശേഷം ഫ്രണ്ട് ഫേസ് റൈറ്റിലേക്ക് തിരിക്കുക. അതിനുശേഷം 1 2 3 4 ചെയ്യുക. അതിനുശേഷം ഫ്രണ്ട് ഫേസ് ലെഫ്റ്റിലേക്ക് തിരിക്കുക. ഇപ്പോൾ നമുക്ക് ഹൊറിസോണ്ടലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ആ സെയിം പ്രൊസീജിയർ ഹൊറിസോണ്ടലായി പിടിച്ചുകൊണ്ട് ചെയ്യുക. ഫ്രണ്ട് ഫേസ് തിരിച്ചു. 1 2 3 4. ഇനി ഫ്രണ്ട് ഫേസ് ലെഫ്റ്റിലേക്ക് തിരിച്ചു. ഇപ്പോൾ നമുക്ക് ഒരു ക്രോസ് കിട്ടിയിട്ടുണ്ട്. യെല്ലോ എല്ലാ എഡ്ജിലും യെല്ലോ വന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരേ ലൈനിൽ വന്നിട്ടുള്ള സൈഡിലെ സെൻറ്റർ ലൈൻ നോക്കുക. ഒരേ കളറിൽ വന്ന ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഏതെങ്കിലും 2 എണ്ണം നമുക്ക് കിട്ടിയിരിക്കണം. ഇത് ബ്ലൂ മാത്രം സെയിം ലൈൻ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഗ്രീനിനെ ഇങ്ങോട്ട് തിരിക്കാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും 2 ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിവിടെ ഗ്രീനും ഓറഞ്ചും സെയിം ലൈൻ കിട്ടിയിട്ടുണ്ട്. എല്ലാ സെൻറ്റർ ലൈനുകളും നമുക്ക് ഒരേ കളറാക്കുകയാണ് വേണ്ടത്. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ചെയ്യേണ്ടത് സെയിം ലൈനിൽ വന്ന കളറുകളെ, സെയിമായി കിട്ടിയ കളറുകളെ ഒരെണ്ണത്തിന് ബാക്ക് സൈഡിലും ഒരെണ്ണത്തിന് റൈറ്റ് സൈഡിൽ പിടിക്കണം. റൈറ്റ് സൈഡിൽ തന്നെ പിടിക്കണം. അപ്പോൾ എങ്കിലേ ഈ ആൽഗോരിതം ശരിയാവുകയുള്ളൂ. അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡിൽ പിടിച്ച് ഈ റൈറ്റ് സൈഡ് 1 2 3. അതിനുശേഷം ഇത് റൈറ്റിലേക്കാണ് ഒന്നുകൂടി തിരിക്കേണ്ടത്. 1 റൈറ്റ് സൈഡ് ടോപ്പിലേക്ക് ഒന്ന് തിരിക്കുക. അതിനുശേഷം ഇത് 2 ടൈംസ് ഇങ്ങോട്ട് തിരിക്കുക. അതിനുശേഷം ഇതിനെ ഡൗണിലേക്ക് കൊണ്ടുപോവുക. ഇനി നമുക്ക് ഏത് സൈഡ് തിരിച്ചാലും സെൻറ്റർ പീസ് സെയിം കളറ് കിട്ടും. ഇതിനെ സെയിം കളറാക്കി മാച്ച് ചെയ്ത് വയ്ക്കുക. ബ്ലൂ എല്ലാം സെയിം കളർ സെൻറ്റർ ലൈൻ കിട്ടിയിട്ടുണ്ട് സൈഡിലെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് കോർണർ പീസുകൾ എല്ലാം സെയിം മാച്ച് ചെയ്യണം. അതിനുവേണ്ടി ഇത് ഓറഞ്ച്, ബ്ലൂ, യെല്ലോ. ഇത് ഓറഞ്ചും ബ്ലൂവും യെല്ലോയും ആണ്. ഇത് ഓക്കെയാണ്. ഇത് ബ്ലൂവും റെഡും യെല്ലോയും ആണ്. ഇവിടെ വരേണ്ടത് ഓറഞ്ചും ഗ്രീനും യെല്ലോയും ആണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഈ കോർണറുകളൊന്നും ഓക്കെ അല്ല. ഒരു കോർണർ മാത്രം കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. എങ്ങനെ കിട്ടിയാലും നമ്മൾ ചെയ്യേണ്ടത് ഈ രീതിയാണ്. ഇതിപ്പോൾ കറക്റ്റായ സൈഡാണ് ഞാൻ ഈ റൈറ്റ് സൈഡിൽ വെച്ചിരിക്കുന്നത്. കറക്റ്റായി കിട്ടിയില്ലെങ്കിലും ഏത് സൈഡ് വെച്ചും ഇങ്ങനെ തന്നെയാണ് ഇനി ചെയ്യേണ്ടത്. ഇനി ചെയ്യേണ്ടത് ടോപ്പ് ലെയർ ലെഫ്റ്റിലേക്കൊന്ന് കൊണ്ടുപോവുക. അതിനുശേഷം ഈ റൈറ്റ് ലെയർ ടോപ്പിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നമ്മൾ ലെഫ്റ്റിലേക്ക് വെച്ച ടോപ്പ് ലെയറിനെ
റൈറ്റിലേക്ക് കൊണ്ടുവരിക. ഇനി ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡാണ്. ഈ ലെഫ്റ്റ് സൈഡിനെ ടോപ്പിലേക്ക് കൊണ്ടുവരിക. ഈ റൈറ്റ് സൈഡിലേക്ക് വെച്ച ലെയറിനെ നമുക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം, ടോപ്പ് ലെയറിനെ. അതിനുശേഷം ഈ വൈറ്റ് കളർ വന്നതിനെ നമുക്ക് താഴേക്ക് കൊണ്ടുപോകാം. അതിനുശേഷം നമുക്ക് ഈ ടോപ്പ് ലെയറിനെ തിരിച്ച് റൈറ്റിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഈ വൈറ്റ് കളർ വന്നതിനെ നമുക്ക് താഴേക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ എല്ലാ കോർണറും ഓക്കെ ആയി കിട്ടിയിട്ടുണ്ട്. റെഡ് എല്ലാ കോർണറും ഇപ്പോൾ ഓക്കെ ആയി കിട്ടിയിട്ടുണ്ട്. റെഡ്, ഗ്രീന്, യെല്ലോ, റെഡ്, ഗ്രീന്, യെല്ലോ. ഇവിടെ ബ്ലൂവും റെഡുമാണ്, ബ്ലൂവും റെഡും. ഇത് ഓറഞ്ചും ബ്ലൂവും, ഓറഞ്ചും ബ്ലൂവും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ കോർണറും ഓക്കെ ആയി കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ടോപ്പ് ലെയർ, ടോപ്പ് യെല്ലോ ആക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്റ്റെപ്പ് മാത്രം ആണ് ഇനി ചെയ്യാനുള്ളത്. ഇനി ഈ ടോപ്പിലെ ലെയർ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ടോപ്പിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഡൗൺ, റൈറ്റ് സൈഡ് ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. അങ്ങനെ ഈ പോർഷൻ കോർണർ യെല്ലോ വരുന്നവരെ അങ്ങനെ ചെയ്യണം. ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. ഈ റൈറ്റ് സൈഡിലെ ലെയറും ബോട്ടത്തിലെ ലെയറും മാത്രമാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കോർണറിൽ യെല്ലോ വന്നിട്ടുണ്ട്. യെല്ലോ ഇവിടെ ഓക്കെ ആയി. അതിന് നമ്മൾക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കണം. ഈ ഫേസ് ഇവിടുന്ന് നമ്മൾ മാറരുത്. ഇവിടെ ഫിക്സായി പിടിച്ചുകൊണ്ട് ഈ ടോപ്പ് ലെയർ മാത്രം ലെഫ്റ്റിലേക്ക് മാറ്റി വയ്ക്കുക. സെയിം പ്രൊസീജിയർ വീണ്ടും ചെയ്യുക. ഡൗണ്, ലെഫ്റ്റ്, ബോട്ടം ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. ഡൗണ്, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. ഡൗണ്, ലെഫ്റ്റ്, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. ഡൗണ്, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. ഈ കോർണറും ഓക്കെ ആയി. അതിനെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക ലെഫ്റ്റിലേക്ക്. ഇവിടം ഫ്രണ്ട് മാറരുത്. അവിടം ടോപ്പ് ലെയർ മാത്രം അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇനി ഈ പോർഷനാണ് ശരിയാവേണ്ടത്. അതും ഡൗണ്, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. ഡൗണ്, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. ഡൗണ്, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. ഡൗണ്, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. ഇപ്പം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇതിനെ ഈ സൈഡ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇതിന് ഈ സൈഡിന് ഓറഞ്ചാണ് വന്നിരിക്കുന്നത്. ഓറഞ്ചിലേക്ക് കൊണ്ടുപോവുക. റുബിക്സ് ക്യൂബ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട് കളറ്.
ഇത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. താങ്ക് യു.